ഇവിടെ ഒരുത്തനെയാണെങ്കിൽ ഒരു പോലീസുകാരൻ സ്പീഡിൽ കാർ ഓടിച്ച് തന്നെ പിടിച്ചു നിർത്തുന്നു. എന്നിട്ട് അവനോട് ഇത്രയും വേഗത്തിൽ നീ എവിടെ പോവാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ പെട്ടെന്ന് രക്ഷപ്പെടാനായിട്ട് വൈഫ് ഹോസ്പിറ്റലിൽ ഡെലിവറി കഴിഞ്ഞ് കിടക്കാണ്, അവളെ കാണാൻ വേണ്ടിയിട്ട് പോവാണെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ ആ പോലീസുകാരൻ നീ പറയുന്നത് എനിക്ക് അത്ര വിശ്വാസം വരുന്നില്ല, അതുകൊണ്ട് ഞാനും നിന്റെ കൂടെ വരാമെന്ന് പറയുന്നു. ഉടനെ തന്നെ അയാളെയും കുട്ടി അവൻ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. എന്നിട്ട് റിസപ്ഷനിൽ ഇവിടെ ഹസ്ബൻഡ്സ് ഇല്ലാതെ ഡെലിവറിക്കുന്ന ഏതെങ്കിലും ലേഡീസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവളും ഒരുപാട് പേരുണ്ടെന്ന് പറയുന്നു. ഉടനെ തന്നെ അതിലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് കുറച്ച് നേരത്തേക്ക് തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നു. അങ്ങനെ അവളും സമ്മതിച്ച് അവളെ ഹസ്ബൻഡിനെ പോലെ തന്നെ അവളെ ആക്ട് ചെയ്യുന്നു. പക്ഷെ അപ്പോഴും ആ പോലീസ് അതിന് ഡൗട്ട് മാറുന്നില്ല. ഇപ്പൊ ആ പൊഴുക്കൊച്ച് നടക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ്. എന്നിട്ടും ആ പോലീസ് ഇവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആ കൊച്ചെറുക്കന് 10 വയസ്സായിരിക്കുകയാണ്. എന്നിട്ടും ആ പോലീസ് തന്നെ സംശയം മാറുന്നില്ല. അങ്ങനെ ഇപ്പൊ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ആ സ്ത്രീക്ക് വയ്യാണ്ടായി അവര് മരിക്കുന്നു. ആ ചെറുക്കനും ഇപ്പൊ വലുതായിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും ആ പോലീസുകാരൻ ഇവന്റെ പുറകെ തന്നെയാണ്. അങ്ങനെ കുറച്ചു നാൾ കഴിയുമ്പോൾ ആ പയ്യനും പുറത്തെവിടെയോ പഠിക്കാനായിട്ട് പോകും. അപ്പൊ ഇവൻ ആ ഫാമിലി ഫോട്ടോ നോക്കി വിഷമിച്ചിരിക്കുമ്പോൾ ആ പോലീസുകാരൻ അങ്ങോട്ടേക്ക് വന്നിട്ട് നീ ഞാൻ ഇപ്പോഴത്തേക്ക് വാൺ ചെയ്ത് വിടുന്നു, ഇനി മേലാ സ്പീഡിൽ വണ്ടി ഓടിക്കരുതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. കുറച്ചുകൂടെ നിന്നിരുന്നെങ്കിൽ ഇവന്റെ ശവോടൊക്കെ കഴിഞ്ഞിട്ട് പോകാമായിരുന്നു.